പിണറായി സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് എന്ത് അനാസ്ഥ ഏത് മേഖലയിൽ ഉണ്ടായാലും മുഖ്യന്റെ കുടുംബത്തെക്കുറിച്ചും മുഖ്യന്റെ വീട്ടിൽ പണിത തൊഴുത്തിനെക്കുറിച്ചും അവിടുത്തെ പശുക്കളെക്കുറിച്ചും അവിടുത്തെ നീന്തൽക്കുളത്തിനെക്കുറിച്ചും എന്ന് വേണ്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ വളരെ സങ്കടത്തോടെ പറയട്ടെ, മുഖ്യന്റെ തൊഴുത്തിലെ പശുക്കളെ കുറിച്ച് തന്നെ പറയാം. ആ പശുക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു കരുതലോ ആ ഒരു കൺസിഡറേഷനോ ആ തൊഴുത്ത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്ന ഖജനാവിലെ പണമോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അത്രത്തോളം പോലും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ട്. അത് മുഖ്യന്റെ തന്നെ മണ്ഡലമായ ധർമ്മടത്തിന് വളരെ അടുത്തുള്ളതും അതുപോലെ തന്നെ സ്പീക്കറിന്റെ സ്വന്തം മണ്ഡലവുമായ തലശ്ശേരിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ തലശ്ശേരിയിലെ സർക്കാർ ആശുപത്രിയിലെ ജനറൽ ആശുപത്രിയിലെ മൃതദേഹങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണനയെ കുറിച്ചാണ് പറയേണ്ടി വരുന്നത്. മുഖ്യന്റെ തൊഴുത്തിലെ പശുക്കൾക്ക് കൊടുക്കുന്ന പരിഗണനയുടെ 1/4 പോലും അവിടുത്തെ മൃതദേഹങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ചോദിക്കും, എന്തിനാണ് മൃതദേഹങ്ങൾക്ക് പരിഗണന? അത് ജീവിതം കഴിഞ്ഞവരല്ലേ, അല്ലെങ്കിൽ വെറും ശരീരങ്ങളല്ലേ എന്ന് ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ശബ്ദമായിട്ട് നിൽക്കുന്നവർ ചോദിച്ചേക്കാം. എന്താണ് മൃതദേഹത്തിന് വിലയില്ലേ? മൃതദേഹത്തിന് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം. അപ്പോഴാണ് ഒരു ഭരണ സംവിധാനത്തിന് അതിൻ്റെതായ മാന്യതയും മഹത്വവും ഉണ്ടാകുന്നത്. പറഞ്ഞു വരുന്നത്, തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിൽ ഒരു ബോർഡുണ്ട്. ഇവിടെ തുപ്പരുത്, നോ പാർക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബോർഡ്. മോർച്ചറിക്ക് മുമ്പിലാണ് ഈ ബോർഡ്. ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൃതദേഹങ്ങൾ വെക്കുന്നതിന് മുൻപും മൃതദേഹങ്ങൾ എടുക്കുന്നതിന് മുൻപും അവിടെ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന ആളും മൃതദേഹമാകും എന്നുള്ള സൂചനയാണ് അത്. എന്താ, ഈ കേരളത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വിദഗ്ധരായ തൊഴിലാളികൾ ഇവിടെ ഇല്ലേ? സംസ്ഥാന സർക്കാരിലില്ലേ? ആ ആശുപത്രിയിലില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഷോക്കുണ്ട് എങ്കിൽ ആ ഷോക്ക് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരില്ലേ? അവർക്ക് ശമ്പളം കൊടുത്ത് സർക്കാർ വെച്ചിട്ടില്ലേ? പക്ഷെ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താതെ അവിടെ ഒരു ബോർഡ് വെച്ച് നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മൃതദേഹങ്ങൾ എടുക്കുക, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് തന്നെ മൃതദേഹങ്ങൾ വെക്കുക എന്ന ഒരു മുന്നറിയിപ്പ്, വളരെ നല്ല രീതിയിലുള്ള ഒരു സൂചനയല്ലേ ഞങ്ങൾ തന്നിരിക്കുന്നത് എന്ന് സർക്കാർ ചോദിക്കാം. പക്ഷെ നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അത്രമാത്രം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ആ സംഭവത്തിന് ശേഷം പല ആശുപത്രിയിൽ നിന്നും പലരും പല കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ എത്തുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവിടെ എത്തുന്ന രോഗികൾ, അവർക്കൊപ്പം എത്തുന്നവരൊക്കെ ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പല ആശുപത്രികളിൽ നിന്നും പല റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വരുന്നുണ്ട്. ഇവിടെയും ബിൽഡിംഗ് പരിതാപകരമായ അവസ്ഥയിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിലും ഒരു സംവിധാനവും നല്ല രീതിയിലില്ല. അതിന് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് വീണ്ടും പറയേണ്ടി വരും. എന്തായാലും ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വാർഡിലെ ചോർച്ചയെ തുടർന്ന് കുട്ടികളുടെ അത്യാഹിത വിഭാഗവും അടച്ചു. ഇതേ തുടർന്ന് പ്രതിഷേധം ശക്തമായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷവും ഉണ്ടായിരുന്നു. രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കി ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങിയ മാർച്ചിനെ ഗുണ്ടട്ട് റോഡിൽ ഫയർ സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. തടസ്സം മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസുമായി ഉന്തും തല്ലിലും കലാശിച്ചെങ്കിലും കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. മൃതദേഹങ്ങളാണ് വെക്കുന്നെങ്കിൽ പോലും മൃതദേഹങ്ങൾ വെക്കാൻ കൊണ്ടുവരുന്നത് ജീവനുള്ള മനുഷ്യരാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വേണം മൃതദേഹം വെക്കാനും എടുക്കാനും എന്നുള്ള ആ ഒരു സൂചന മാത്രമല്ല, ആ സൂചന അല്ല അവിടെ കൊടുക്കേണ്ടത്. സൂചന മാത്രമല്ല എന്നല്ല, അങ്ങനെ ഒരു സൂചന അല്ല അവിടെ കൊടുക്കേണ്ടത്. അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. മോർച്ചറിയാണ്, ജീവനില്ലാത്ത മനുഷ്യരുടെ മൃതദേഹങ്ങളാണ് കൊണ്ടുവയ്ക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് കർമ്മ ന്യൂസ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.